RSP പിളർപ്പിലേക്ക് അസീസിനെ പുറത്താക്കും. UDF-ൽ വലിയ തർക്കം നിലനിൽക്കുന്നു. സീറ്റില്ലാത്തവർ പാർട്ടി അടക്കം വിടും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ തുടങ്ങുമ്പോൾ UDF-ലും LDF-ലും ഒക്കെ പൊട്ടിത്തെറികൾ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവിക പ്രക്രിയയാണ്. അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ UDF നേരത്തെ തന്നെ തുടങ്ങിയെങ്കിലും സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, മുസ്ലിം ലീഗ്, CMB ഈ ഘടകകക്ഷികളിലൊക്കെ അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാനാകാത്തതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളാൻ കാരണമായി പറയുന്നത്. ആദ്യഘട്ട പട്ടിക ഈ ആഴ്ച പുറത്തിറങ്ങുമെന്ന് കരുതിയെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ മാർച്ച് ആദ്യവാരത്തിൽ മാത്രമായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരിക. സീറ്റ് വിഭജനം പൂർത്തിയാക്കാത്തതിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കടുത്ത അതൃപ്തിയിലാണ്. തങ്ങൾ അർഹിക്കുന്ന സീറ്റുകൾ നൽകുന്നതിൽ കോൺഗ്രസ് കാണിക്കുന്ന മെല്ലപ്പോക്ക് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലേക്ക് ആ പാർട്ടി എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. സീറ്റുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്, അന്തിമമായിട്ടുള്ള ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. അതുണ്ടാകാത്ത സാഹചര്യത്തിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നുള്ള മുന്നറിയിപ്പ് അടക്കം ജോസഫ് വിഭാഗം നൽകിയിട്ടുണ്ട്. ഇനി ഇവർ പറയുന്ന സീറ്റുകൾ അവർക്ക് ലഭ്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ മുന്നണി അടക്കം മാറി പാർട്ടി വിട്ടു പോകുവാനാണ് തീരുമാനമെടുക്കുന്നു. മുന്നണി മാറുന്നു, പാർട്ടിയിൽ നിൽക്കുന്നവർ തന്നെ ആ പാർട്ടി മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ വലിയ സംഭവമായി ചിലപ്പോൾ ഉണ്ടായേക്കാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ മുസ്ലിം ലീഗിന് മലപ്പുറം ജില്ലയിലെ സീറ്റുകളുടെ കാര്യത്തിൽ വ്യക്തതയുണ്ട് എങ്കിലും കോൺഗ്രസുമായിട്ട് വെച്ചുമാറേണ്ട സീറ്റുകൾ സംബന്ധിച്ച ചർച്ചകളുണ്ട്. അത് പക്ഷെ വഴിമുട്ടി നിൽക്കുകയാണ്. വിട്ടുകൊടുക്കുന്ന സീറ്റുകൾക്ക് പകരമായിട്ട് ലഭിക്കേണ്ട മണ്ഡലങ്ങളെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കുവാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ്. CP ജോണിന്റെ നേതൃത്വത്തിലുള്ള CMB-യിലും സീറ്റ് കാര്യത്തിൽ വലിയ അവ്യക്തത തുടരുകയാണ്. എവിടെ മത്സരിക്കണമെന്ന കാര്യത്തിൽ ഇതുവരെ മുന്നണിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഉറപ്പ് ലഭിക്കാത്തതിൽ CMB നേതൃത്വവും അസംതൃപ്തരാണ് എന്നുള്ളതാണ്. അപ്പോൾ UDF-ൽ പുകയുന്നുണ്ട് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ. സഖ്യകക്ഷിയായിട്ടുള്ള RSP-യിലാകട്ടെ അവിടെ വിഭാഗീയത രൂക്ഷമായിട്ട് തുടരുന്നു. അസീസ് സംസ്ഥാന സെക്രട്ടറി ആയതോടുകൂടി പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ പരസ്യമായിട്ട് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു. NK പ്രേമേന്ദ്രൻ MP-യുടെ മകന്റെ സ്ഥാനാർത്ഥിത്വം അടക്കം ഇരവിപുരം ചടയമംഗലം സീറ്റുകൾ അത് തമ്മിൽ വെച്ചുമാറൽ എന്നീ വിഷയങ്ങളൊക്കെ പാർട്ടിയിൽ ഏകാഭിപ്രായം ഇല്ലാതാകുന്നു. ഇത് പരിഹരിക്കുക എന്നത് UDF നേതൃത്വത്തിന് വലിയ തലവേദനയായി തീരുകയാണ്. RSP-യിൽ അടക്കം ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അസീസിനെ പിണക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വിഭാഗം തയ്യാറാകാതിരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം അസീസിനെ പുറത്താക്കിയാലും കുഴപ്പമില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നു. ഇവിടെ ഇപ്പോ മുന്നണിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയിലാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ എത്തുന്നുണ്ട്. ഔദ്യോഗിക ചടങ്ങുകൾക്കായിട്ടാണ് എത്തുന്നതെങ്കിലും UDF നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവർ സമയം കണ്ടെത്തും. ഈ ചർച്ചകളോടുകൂടി സീറ്റ് വിഭജനത്തിന്റെ കടുപ്പമേറിയ തർക്കങ്ങൾ പരിഹരിക്കാനാകുമെന്ന് ഹൈക്കമാൻഡ് അടക്കം കണക്കാക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എവിടെ എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമാണ്. ഇപ്പോൾ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര, ആ പുതുയുഗ യാത്ര മാർച്ച് 6-ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നതോടുകൂടി സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമമായിട്ട് തീരുമാനം ഉണ്ടാകും. മറ്റു മുന്നണികളും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ സാവകാശം കാണിക്കുന്നത് കോൺഗ്രസിന് ആശ്വാസം പകരുന്നുണ്ട് എങ്കിലും ഘടകകക്ഷികളിലെ അതൃപ്തി തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമോ എന്നുള്ള ആശങ്ക ഇതേ നേതൃത്വത്തിനുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് കേരള കോൺഗ്രസിനകത്താണ്. കേരള കോൺഗ്രസിന്റെ സീറ്റ് നിർണ്ണയം കൃത്യമായി പൂർത്തിയായിട്ടില്ല. അവർക്ക് 10 സീറ്റ് ഉള്ളതാണ്, പക്ഷെ അവർക്ക് 8 സീറ്റ് പോലും ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ തർക്കം നിലനിൽക്കുന്നു. മുസ്ലിം ലീഗിന്റെ കാര്യത്തിലും സീറ്റുകളുടെ വെച്ചുമാറൽ സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനമാകുന്നില്ല. CMB-ക്കും 2 സീറ്റ് ലഭിക്കണമെന്നുള്ള ഭാഗം പറയുന്നുണ്ട്. ഏത് സീറ്റാണ് ലഭിക്കുന്നതിനെ കുറിച്ച് ഒരു ധാരണയിലെത്തിയിട്ടില്ല. ഇങ്ങനെ ഒപ്പമാണ് RSP-യിലെ പ്രശ്നം അസീസും പ്രേമേന്ദ്രന്റെ മകനും തമ്മിലുള്ളതാണ്. പ്രേമേന്ദ്രന്റെ മകൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ, ഇരവിപുരത്ത് നിന്ന് മത്സരിച്ചാൽ വിജയിക്കുമെന്നുള്ള തരത്തിലേക്ക് പ്രേമേന്ദ്ര വിഭാഗം തന്നെ ഉണ്ടാകുന്നു. കൊമ്പുകോർക്കലുകൾ നടക്കുന്നു RSP-യിൽ തന്നെ. UDF-ൽ സീറ്റ് തർക്കം എന്ന് പറയപ്പെടുന്ന മുറുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. ജോസഫ് വിഭാഗത്തിന് അതൃപ്തി ഉണ്ടാകുന്നു. വിട്ടുവീഴ്ചയില്ലാതെ ലീഗ് മുന്നോട്ട് പോകുന്നു. അതൃപ്തിയുമായിട്ട് CMB മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ ഒരു മുന്നണി സംവിധാനത്തെ തകർക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അത് ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഈ വരുന്ന 6-ാം തീയതിക്ക് ശേഷം മാത്രമേ അറിയുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, RSP-യിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് ആ പാർട്ടി പിളർപ്പിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അസീസിനെ പുറത്താക്കിയിട്ടാണെങ്കിലും ഒരു വിഭാഗം പ്രേമേന്ദ്രന്റെ മകന് സ്ഥാനാർത്ഥിത്വം കൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തിരക്ക് കൂട്ടിയ ചർച്ചകളിലാണ്. ഒപ്പം തന്നെ UDF-ലെ തർക്കം എന്ന് പറയപ്പെടുന്നത് സീറ്റ് ഇല്ലാത്തവരുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയിലാണെങ്കിലും മുന്നണിയിലാണെങ്കിലും മുന്നണി വിടുകയും അല്ലെങ്കിൽ പാർട്ടിയിൽ സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ അവർ പാർട്ടി വിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് UDF-നകത്ത് ഈ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. ഇനി തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം, സ്ഥാനാർത്ഥി നിർണയം, അതോടുകൂടിയൊക്കെ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികളൊക്കെ താഴുകയും പിന്നെ ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയാൽ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്ക് ഇവരെല്ലാവരും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്.
പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന പക്ഷം, സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുന്ന പക്ഷം അതിൽ ആരൊക്കെ പിന്നിൽ നിന്ന് കുത്തും, ആരൊക്കെ വിജയിച്ചു കയറും എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുമാണ്.